രാത്രി സമയം 1 മണി. സമയം കാണിച്ച് ഫോണിൽ 1 മണി. ഞങ്ങൾ മിനുവിന് വിശക്കുന്നെന്ന്. മിനു മറ്റേ ഒരു 6:30 ആയപ്പോൾ ഒരു ബിരിയാണി തിന്നാ. പിന്നെ ഒരു ജ്യൂസ് കുടിച്ചതാണ്. പിന്നെ ഒന്ന് അപ്പോൾ സഫാരി നമ്മൾ ജ്യൂസ് കുടിച്ചതോ? അപ്പോൾ മിനു ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല വേണ്ട. അപ്പോൾ മിനുവിന് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ചായ ഇട്ട് തരാം, റിസ്ക് ഇരിപ്പുണ്ട്, ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, എന്തെല്ലാം ഉണ്ട്. മിനുവിന് വേണ്ട, മിനു പുറത്ത് പോയി തന്നെ കഴിക്കണം. ഈ പാതിരാത്രി എന്നെയും വിളിച്ചോട്ട് പോവാം. ആ പോട്ടെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കഴിക്കേണ്ടത്? ലൈറ്റായിട്ടുള്ള ചിക്കൻ കഴിച്ചാൽ മതിയെന്ന്. നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരു അഫ്ഗാനി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കാണിച്ചേ. അതൊരു അഫ്ഗാനി റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ അത് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് സൺബേഡ് ഉണ്ട്, അർദ്ധമല്ലികയുണ്ട് നമ്മുടെ തൊട്ടവിടെ. അവിടെ എല്ലാം ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി പിന്നെ മന്തി അങ്ങനത്തെ ഐറ്റംസ് അതൊന്നും വേണ്ട. പിന്നെ ഫ്രൈഡ് ചിക്കനാണോ വേണ്ടേ? എന്നാൽ പിന്നെ ഒരു സിംഗർ ബർഗർ കഴിച്ചപ്പോൾ പിന്നെ സൺബേർഡ് ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം നേരെ സൺബേർഡിലോട്ട് പോവാം. അത് 24 hours ആണ് അത് ആ റെസ്റ്റോറൻറ്റെല്ലാം. പണ്ട് രാത്രി ഞങ്ങൾ ഇവിടെ വന്ന് ഇടയ്ക്ക് കഴിക്കാൻ. പിന്നെ ഒരു വട്ടം അവിടെ നിന്ന് ചില്ലി ചിക്കൻ നിന്നുണ്ടെങ്കിൽ ഞാൻ ഒമിറ്റ് ചെയ്ത് ഭയങ്കരമായിരുന്നു. പിന്നെ ഞാൻ അവിടെ കഴിച്ചിട്ടില്ല. വിജനമായി വഴിയിൽ സൺബേർഡിലോട്ട് കയറാം. ഇതാണ് 1 മണി കാഴ്ചകൾ. വണ്ടിയൊക്കെ വരുന്നുണ്ട്. അത് അങ്ങോട്ട് പോകുമ്പോൾ ഫയർ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ വിരുദ്ധകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്നു. ഇവിടെ പാതിരാത്രി എന്ത് കൊടുക്കുമെന്നായിരിക്കും. ഇതുവരെ നേരെ അങ്ങ് പോയിട്ട് റൈറ്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലമുണ്ട്, നമ്മുടെ താമസിക്കുന്ന ബിൽഡിങ്ങും. ഇവിടെ എല്ലാം ആൾക്കാർ നിറയുണ്ട്. മെനു നല്ല വിശാലമായ മെനു. എന്ത് വേണേലും നിങ്ങൾ ഓർഡർ ചെയ്തോളാം. നോക്കിക്കേ, ഫ്രൈഡ് ലാസ്റ്റ് മെനു സലൂണിലിരിക്കുന്നുണ്ട് ഇവിടെ. charcoal. ഓർഡർ ചെയ്തത് നിങ്ങൾ പിന്നെ ചിക്കൻ ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് KFC മോഡൽ എന്തെങ്കിലും. അല്ല, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ 65 ഉദ്ദേശിച്ചു. പിന്നെ അത് പറഞ്ഞു, പിന്നെ പൊറോട്ടയും മേടിക്കാം, അത് വേണ്ട. അപ്പോൾ ചാർക്കോൾ ഹാഫ് ഗ്രീൻ ചില്ലി പറഞ്ഞു, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് കൂടുതൽ പറഞ്ഞു, പിന്നെ സൂപ്പ് പേടി. ഇതൊന്നുകൂടെ രണ്ടാമത്തെ വട്ടം പറയുന്നത്. എന്നാലും സമയം ഇപ്പം എത്രയും 1 മണിയായിട്ടുള്ളൂ, 1:10 കിടന്ന് ഉറങ്ങാനുള്ള. ഞാൻ പറഞ്ഞു ചായ റിസ്ക്കും തരാമെന്ന്. അല്ല, ബ്രെഡ് ഉണ്ടായിരുന്നു, ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു, ചീസ് ഉണ്ടായിരുന്നു, ഒരു എഗ് കൂടി ഇത് ചെയ്തിട്ട് തന്നേനത്. ഇവരുടെ മെനു കണ്ട് ആക്ച്വലി നമുക്ക് ഓർഡർ ചെയ്യാൻ തോന്നേ. എനിക്ക് ഇവരുടെ സിംഗർ ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം നമ്മൾ അന്ന് പോയി കഴിച്ചേ ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ അൽബേക്കിൽ ആ ബർഗർ സൂപ്പറായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ ചായ വന്നു, സൂപ്പും തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും കുറച്ച് ഫ്രീ ആയിട്ടൊരു സൂപ്പ് കിട്ടും. അത് ഇവിടെ മാത്രം, ഈ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, UAE എല്ലായിടത്തും ആണ്. ഇനി അവിടെ ഒരു സെൽഫി എടുക്കും. 1 മണി കഴിഞ്ഞാലും പല തിരക്കുണ്ട്. പുറത്ത് നല്ല ചെറു ഫുഡ് ഫില്ലാണ്. ഉള്ളിലൊരു ഫാമിലിയും പിന്നെ ഞങ്ങളും. ഇത് പുറത്ത് സ്പേസില്ല, പുറത്തിരിക്കാനുള്ള ഒരു സ്പേസില്ല. അതാണ് ദുബായിൽ രാത്രി. ഇതൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ ഈ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും. ഈ ഭയങ്കര ആൾക്കാരാണ് ഇവിടെ. ഞങ്ങൾ ഒരു വട്ടം രാത്രി ഒരു 2 മണിക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇന്ന് മൺഡേ അല്ലേ, ഫ്രൈഡേ സാറ്റർഡേ നല്ല തിരക്കായിരുന്നു രാത്രിയിൽ എല്ലാ ഹോട്ടലിലും. ഞങ്ങൾ ഒരു വട്ടം കറിച്ചട്ടി എന്ന് പറയുന്ന സഫാരിയുടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, ഒരു 12 മണിയാണ് ഞങ്ങൾ അവിടുന്ന് പുട്ടും
എന്തോ കറി മറന്നുപോയി കുറച്ച്. എൻ്റെ അമ്മ പറഞ്ഞിട്ട് വരുന്നുമില്ല സാധനം, ഇരുന്നിരുന്നിരുന്നു. ഞാൻ ചേട്ടനോട് ചേട്ടാ എനിക്ക് നാളെ രാവിലെ ജോലിക്ക് പോകണ്ട, 2 മണിക്കെങ്കിലും എനിക്ക് കിട്ടും. അത്ര തിരക്കാണ്. അതായത് ഫ്രൈഡേയും പോകാൻ പാടില്ല, സാറ്റർഡേയും പോകാൻ പാടില്ല. സൺഡേ അത്ര തിരക്ക് കാണത്തില്ല, ബിക്കോസ് മൺഡേ എല്ലാവർക്കും വർക്കിംഗ് ആയതുകൊണ്ട് അത്രയും ഡിലേ ആകത്തില്ല. സാറ്റർഡേ ഫ്രൈഡേ ടൈം. ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അറ്റാക്ക്. നല്ല ആൾക്കാർ ഇരിക്കുന്ന കഴിക്കുന്നതേ ഉൾപ്പെടുവേ. സമയം എത്ര വേണം? 1:50. ഇപ്പോഴും ആൾക്കാർ ജോലി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വന്ന് കഴിക്കുന്നതേ ഉള്ളൂ. മുസ്ലിംസ് ആയിരിക്കും ചിലപ്പോൾ. അത്താഴത്തിന് വരെ ഇനി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പാകിസ്ഥാനികളാണ്. അതാ പറഞ്ഞ മുസ്ലിംസ് ആയിരിക്കും. എല്ലാവരും നോയമ്പല്ല. സോ നല്ല തട്ടിയില്ലേ? ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. അതിന് പിന്നെ പറഞ്ഞിട്ട് ഹെവി ആയി പോയെന്നൊക്കെ. ഒരു ലിമിറ്റിൽ പോണേ. നോക്കിട്ട് 1 കിലോ കുറഞ്ഞില്ല. 1 കിലോ പോലും കുറയാത്ത ഒരാളുണ്ട്. അത് തീരുമാനം 1-2 കിലോ കുറയും. എനിക്ക് കുറയൊന്നും വേണ്ട, കൂടാന്നങ്ങിരുന്ന വെച്ചാൽ